ഡെയിലി കറണ്ട് അഫയേഴ്സ്. കർണാടക സർക്കാർ ഏർപ്പെടുത്തിയ ഈ വർഷത്തെ മഹാത്മാഗാന്ധി സേവാ പുരസ്കാരത്തിന് അർഹനായത് രാമചന്ദ്ര ഗുഹ. പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി ഫൗണ്ടേഷൻ്റെ 2024 മുണ്ടശ്ശേരി സ്മാരക പുരസ്കാരത്തിന് അർഹനായത് NS മാധവൻ. 2025 ഒക്ടോബറിൽ അന്തരിച്ച മുതിർന്ന ഗാന്ധിയനും സ്വാതന്ത്ര്യസമര സേനാനിയും ഖാദി പുനരുജ്ജീവന പ്രവർത്തകനുമായ വ്യക്തി ഡോക്ടർ ജി പരേഖ്. വാട്ട്സപ്പിന് ബദലായി ചൈന ആസ്ഥാനമായ സോഹോ കോർപ്പറേഷൻ തദ്ദേശീയമായി വികസിപ്പിച്ച ചാറ്റിംഗ് ആപ്പ് അരട്ടെ. മാതൃഭൂമി ബുക്സ് പുറത്തിറക്കുന്ന വ്യവസായ പ്രമുഖൻ രത്തൻ ടാറ്റയുടെ സമഗ്ര ജീവചരിത്രം. രത്തൻ ടാറ്റ ഒരു ഇന്ത്യൻ വിജയഗാഥ. RSS ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ഭാരതാംബയുടെ ചിത്രം ആലേഖനം ചെയ്ത എത്ര രൂപയുടെ നാണയമാണ് പുറത്തിറക്കിയത്? 100 രൂപ. $1,00,000 കോടി ആസ്തി കൈവരിക്കുന്ന ലോകത്തിലെ ആദ്യ സംരംഭകൻ എന്ന പദവി സ്വന്തമാക്കിയത് ഇലോൺ മസ്ക്. കുട്ടികൾ ഉൾപ്പെടുന്ന കുറ്റകൃത്യങ്ങൾ കുറയ്ക്കുന്നതിനായും നേർവഴി കാട്ടുന്നതിനുമായുള്ള വനിതാ ശിശുവികസന വകുപ്പിൻ്റെ പദ്ധതി കാവൽ പദ്ധതി. 2025 ഒക്ടോബറിൽ അന്തരിച്ച പ്രൈമറ്റോളജിസ്റ്റ്, നരവംശശാസ്ത്രജ്ഞ, പരിസ്ഥിതി പ്രവർത്തക തുടങ്ങിയ നിലകളിൽ ലോകപ്രശസ്തയായ വ്യക്തി ജെയിൻ ഗുഡ്ഡാൽ.